ഓം നമോ നാരായണായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ദശകം 42 ശകടാസുരവധം. ശ്ലോകം 6. കുമാരകസ്യാസ്യ പയോദരാർത്ഥിനാ പ്രരോദനേ ലോലപദാംബുജാഹതം മയാ ദൃഷ്ടമനോവിപര്യകാതിദീശതേ പാലക ബാലക ജഗുഹു. പദം. കുമാരകസ്യ അസ്യ പയോധര അർത്ഥിനഃ പ്രരോദനേ ലോല പദ അംബുജ ആഹതം മയാ ദൃഷ്ടം അനഹ വിപര്യഗാത് ഇതി ഈശ തേ പാലക ബാലക ജഗുഹു. ഹേ സർവേശ, അങ്ങയുടെ സംരക്ഷണത്തിന് നിയുക്തരാക്കപ്പെട്ടിരുന്ന ബാലകന്മാർ മുലപ്പാൽ കുടിക്കാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുമാരൻ തൻ്റെ ഇളങ്കാലുകൾ കൊണ്ട് തട്ടിയപ്പോഴാണ് ശകടം തകർന്നു പോയത്. അത് ഞങ്ങളെല്ലാവരും കണ്ടു എന്ന് പറഞ്ഞു. ശ്ലോകം 7. പിയ തഥാ കിഞ്ചിത ജാനതാമിതം കുമാര കാണാമതിദുർഘടം വജഃ ഭവത്പ്രഭാവ വിതുരൈരിദീരിതം മനാകിവാശങ്ക്യത ദൃഷ്ടപൂതനൈഃ. പദം. ഭിയ തഥാ കിഞ്ചിത് അജാനതാം ഇദം കുമാരകാണാം അതിദുർഘടം വചഃ ഭവത് പ്രഭാവ അവിദുരൈ ഇതി ഈരിതം മനാക് ഇവ അശങ്ക്യത ദൃഷ്ടപൂതനൈ. അർത്ഥം. ഭീതി മൂലം അല്പവും ബോധമില്ലാതിരുന്നതിനാലാണ് ഈ കുട്ടികൾ ഈ വിഡ്ഢിത്തം പറയുന്നതെന്ന് അങ്ങയുടെ പ്രഭാവം എന്തെന്നറിയാത്ത ചിലർ പറഞ്ഞുവെങ്കിലും പൂതനാനിഗ്രഹം നേരിട്ട് കണ്ടവർക്ക് ഇക്കാര്യത്തിൽ കുറച്ച് സംശയം തോന്നി. ശ്ലോകം 8. പ്രവാളതാമ്രം കിമിതം പദഞ്ചതം സരോജരിമ്യൗനകരൗ വിരോചിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിത ത്വദംഗമാപസ്പൃശരംഗനാജന. പദം. പ്രവാളതാമ്രം കിം ഇദം പദം ക്ഷതം സരോജരമ്യൗ नु കരൗ വിരോചിതൗ ഇതി പ്രസർപ്പത് കരുണാതരംഗിതാഃ ത്വദംഗം ആപസ്പൃശു അംഗനാജനാഃ. അർത്ഥം. തളിർ പോലെ ഇളം ചുവപ്പാർന്ന ഈ മൃദുപാദങ്ങൾക്ക് മുറിവേറ്റുവോ? സരോജം പോലെ രമ്യമായി ഈ കൽകൾ വേദനിച്ചുവോ? ഇപ്രകാരം ദയാതരംഗിതമായ മിഴിനീരോടുകൂടിയ ഗോപിമാർ അങ്ങേ അംഗപ്രത്യംഗം തടവി സാന്ത്വനിപ്പിച്ചു. ശ്ലോകം 9. അയേ സുതം ദേഹി ജഗത്പദേ കൃപാതരംഗപാദാത് പരിവാദമധ്യമേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകാ മുഹുർമുഹുശ്ലിഷ്യതി ജാതകണ്ഠകഃ. പദം. അയേ സുതം ദേഹി ജഗത്പദേ കൃപാ തരംഗപാദാത് പരിപാദം അദ്യ മേ ഇതി സ്മ സംഗൃഹ്യ പിതാ ത്വദംഗകം മുഹുഃ ശ്ലിഷ്യതി ജാതകണ്ഠകഃ. അർത്ഥം. ജഗന്നിയന്താവ് ചൊരിഞ്ഞ കൃപയാൽ സംരക്ഷിതനായ എൻ്റെ മകനെ തന്നാലും എന്ന ആനന്ദ പാരവശ്യത്താൽ മുഴിഞ്ഞുകൊണ്ട് അങ്ങയുടെ പിതാവ് അങ്ങയെ രോമാഞ്ചത്തോടുകൂടി കൈകളിലെടുക്കുകയും വീണ്ടും വീണ്ടും ആശ്ലേഷിച്ച് നിർവൃതി അടയുകയും ചെയ്തു. ശ്ലോകം 10. അനോ നിലീന കില ഹന്തുമാഗതാ സുരാരിയേവം ഭവതാ വിഹിംസിതഃ രജോവിനോ ദൃഷ്ടമമുഷ്യ തത്കഥം സശുദ്ധ സത്വേ ത്വയിലീനവാൻ ധ്രുവം. പദം. അനുനിലീന കില ഹന്തും ആഗതഃ സുരാരി ഏവം ഭവതാ വിഹിംസിതഃ രജഃ അഭി നോ ദൃഷ്ടം അമുഷ്യ തത്കഥം സ ശുദ്ധസത്വേ ത്വയി ലീനവാൻ ധ്രുവം. അർത്ഥം. ശകടത്തിൽ ഒളിഞ്ഞിരുന്നു കൊണ്ട് അങ്ങയെ നിഗ്രഹിക്കാനൊരുങ്ങിയ അസുരനെ അങ്ങ് സ്വയം നിഗ്രഹിച്ചപ്പോൾ അവൻ്റെ രജോഗുണമെല്ലാം നശിക്കുകയും അങ്ങയുടെ പവിത്രമായ സത്വത്തിൽ അവൻ ലയിച്ചു ചേരുകയും ചെയ്തുവെന്നതിൽ സംശയലേശമില്ല. ഇപ്രകാരമല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ പൊടി പോലും അവിടെ കാണാതിരിക്കുക? ശ്ലോകം 11. പ്രഭോജിതൈസ്തത്ര തതോദിജാതിഭിർവിശേഷതോ ലംഭിതമംഗളാശിഷഃ വ്രജം നിജൈർബാല്യരസൈർവിമോഹയൻ മരുത്പുരാധീശരുജാം ജഹീഹി മേ.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പദം പ്രപൂജിതൈ തത്ര തതഃ ദ്വിജാദിഭിഃ വിശേഷതഃ ലംഘിത മംഗളാശിഷഃ വ്രജം നിജൈഃ ബാല്യരസൈഃ വിമോഹയൻ മരുത്പുരാധീശ രുജാം ജഹീഹി മേ. അർത്ഥം: അർഹമായ വിധം ആദരിക്കപ്പെട്ട ബ്രാഹ്മണന്മാരാൽ സർവ്വവിധ മംഗളങ്ങളും ആശംസിക്കപ്പെട്ട അങ്ങ് ബാലാലീല രസങ്ങളാൽ ആമ്പാടിയെ ആനന്ദിപ്പിച്ചുകൊണ്ടിരുന്നു. ഹേ ഗുരുവായൂർ വാഴുന്ന ഈശ, എൻ്റെ രോഗങ്ങളും അകറ്റണമേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഹരി ഓം തത്സത്.